സൂപ്പർ അമ്മയും മകളും. പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നിന്നെ അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലെ മുകിലിൻ മകളെ കൈ നീട്ടും നിന്റെ തോഴികൾ താരകളായി താരിളം മിഴി നീട്ടും സ്നേഹസന്ധ്യ ചന്ദ്രലേഖ മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നിന്നെ ഓക്കെ, അപ്പോൾ വീണ്ടും
നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള അമ്മയും മകളും അല്ലെങ്കിൽ ആ ഒരു പേരൻസ് ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ആക്ടായിരുന്നു. നന്നായിട്ട് ചെയ്തു രുദ്ര. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു രുദ്ര അത് ആ ഒരു ക്യാരക്ടർ ഈ ത്രൂ ഔട്ട് ക്യാരി ചെയ്യുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഓവറാവോ മിസ്സാവോ എന്നൊക്കെ. പക്ഷെ ഭയങ്കര രസമായിട്ട് ചെയ്തു. സൂപ്പർ. ശ്വേതാജി, ഞാൻ ഇവിടെ ഇരുന്നിട്ടൊന്നും പറയാൻ പാടില്ല. ഇതിന്റെ ജഡ്ജ്മെന്റ് നമ്മളുടെ ജഡ്ജ് അവിടെ തന്നെ ഉണ്ട്, ലിഷ ചേച്ചി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഐ വോണ്ട് സേ മീൻസ് യുനോ ഈ ഭാഗ്യം അല്ലേ, ഭാഗ്യം എല്ലാവർക്കും കിട്ടാറില്ല എന്ന് പറയില്ലേ. ബിക്കോസ് ആ ഒരു പേഷ്യൻസ് ഉണ്ടായതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തരണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ലിഷ ചേച്ചിയും ഇത് ഈ വേദിയിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയില്ലേ സോ ബ്യൂട്ടിഫുള്ളി രുദ്ര ചെയ്തു. ബിക്കോസ് ഒബ്വിയസ്ലി നമ്മൾ എല്ലാവരും ഇവിടെ കാണുന്നുണ്ട് കുഞ്ഞിന്. അപ്പോൾ പക്ഷെ പറയില്ലേ, ഒരു വാതിൽ അടച്ചാൽ ദൈവം ബാക്കി എല്ലാം വാതിലുകൾ തുറക്കും. ഈ ഒരു നമ്മളല്ലേ എത്രയോ ഓട്ടിസ്റ്റിക് കുട്ടികളുടെ വലിയ വലിയ മേഖലയിൽ ഇരിക്കുന്ന ഒരുപാട് ഇന്റർനാഷണലി എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആൻഡ് അവരെ കഴിവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അമേസിങ്. അവരുടെ ഒരു ഷാർപ്നെസ് വേറെ നമ്മൾ എന്ന വ്യക്തിക്കില്ല. ആ എല്ലാം ചെറിയ ചെറിയ പോയിന്റ്സ് നിങ്ങളിവിടെ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഇപ്പോൾ കുട്ടീനെ വാരി കൊടുത്തപ്പോൾ എടുക്കുക, പിന്നെ തുപ്പല്, ആ പേഷ്യൻസ് ഉണ്ടായതുകൊണ്ടാണ് ആ പേരൻറ്റിന് അത് എടുക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളെല്ലാം ചിലപ്പോൾ നമ്മൾ സാധാരണ പേരൻസിനൊന്നും ഇത്ര പേഷ്യൻസ് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് അമേസിങ് ആൻഡ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ സത്യം പറഞ്ഞാൽ എന്നോടും നല്ല ജഡ്ജ് ലിഷയാണ്. എന്താ ലിഷ എന്ത് തോന്നി? ആക്ച്വലി ഞാൻ സ്റ്റാർട്ടിങ് തന്നെ രുദ്രനെ കണ്ടപ്പോൾ എനിക്ക് അപ്പുറത്ത് കാണുന്നില്ല, പക്ഷെ അപ്പുറത്ത് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇവളിവിടെ റിയാക്ഷൻ കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് അപ്പുറത്ത് അറിയാം എന്താണ് ഒരു അമ്മ എന്നുള്ള രീതിയിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വോയിസ് വരുന്നില്ല, ഭയങ്കര ഇമോഷണലായി പോയി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ശരിക്ക് ആക്ച്വലി ഞാനിപ്പോൾ മോളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഷെഡ്യൂളിലും അവളെ കൊണ്ടിട്ട് ഞങ്ങൾ വരാറ്. എല്ലാവർക്കും ഇവിടെ അറിയാം അവളെ അത്രയും ചേഞ്ച് വന്നതും. ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ഫാമിലി കൂടെയുള്ള എല്ലാവരും അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ മക്കള് ഒരുപാട് ഉയരങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ എക്സ്പെക്ടേഷൻ ലെവലിൽ അവർ എത്തിയില്ലെങ്കിലും ഒരുപാട് എക്സ്പെക്ടേഷന്റെ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അത്രയും അവര് ഷാർപ്പാണ് ചില കാര്യങ്ങളില്. എന്താ പറയാ, പോസിറ്റീവായിട്ട് അവരെ കൂടെ നിൽക്കുക, അവരെ എപ്പോഴും ഹാപ്പി ആക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പൊ എന്തായാലും ശ്വേതാജിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഈ ഒരു കമന്റ് സെക്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കാണ്. അപ്പം ഹിഡൻ മാർക്സ് റെഡി അല്ലേ? എഴുതാൻ പോവാണ്. യെസ്. അപ്പോൾ ശ്വേതാജിയുടെ ഹിഡൻ മാർക്സ് നമുക്ക് വഴി അറിയാം എത്രയാണെന്ന്. എന്നാലും മൊത്തത്തിൽ ഈ പെർഫോമൻസ് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ രണ്ടുപേരും അതിന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ആക്ടിനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. കൂടുതൽ നല്ല നല്ല പെർഫോമൻസുകളുമായിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. ശ്വേതാജി പറഞ്ഞ പോലെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു പെർഫോമൻസുകൾ കാണാനായിട്ടുള്ള സമയമാണ്.